ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം ചെലവഴിച്ച തായിഫിലെ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബനി സഅദ് ഗ്രാമമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കാലത്തെ ഖുറൈശികളുടെ ഒരു ആദത്തനുസരിച്ച് ഒരു കുട്ടി പ്രസവിച്ചാൽ 2 വർഷത്തേക്ക് അവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ബനി സഅദ് ഗ്രാമത്തിലായിരുന്നു 2 വർഷത്തോളം ഉണ്ടായിരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വരാതെ ഇന്നും ഏകദേശം ആ ഒരു പഴയ കാലത്തെ ഗ്രാമീണ ഭംഗി നിലനിർത്തുന്ന ഒരു ഗ്രാമം കൂടിയാണ് ബനി സഅദ് ഗ്രാമം. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 300ഓളം കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ ഒരു ബനി സഅദ് ഗ്രാമത്തിലെത്തുക. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഈ ഗ്രാമത്തിന് സംഭവിച്ചിട്ടില്ല. ആ ഒരു പഴയമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആടിനെ നോക്കുന്നവരും ആട്ടിടയന്മാരും അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ബനി സഅദ് ഗ്രാമം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ബനി സഅദ് ഗ്രാമത്തിലെത്തുമ്പോഴാണ് എന്തുകൊണ്ടായിരുന്നു അന്നത്തെ ഖുറൈശികൾ ഈ കുട്ടികളൊക്കെ ഈ ഒരു ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം മക്ക എന്ന് പറയുന്നത് ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ഭൂമി എന്നാണ് ഖുർആനിൽ തന്നെ പറയുന്നത്, ഗൈരി ദി സറഇൻ എന്ന്. അപ്പോൾ ആ ഒരു ഭൂമിയിൽ നിന്ന് മാറിയിട്ട് തങ്ങളുടെ കുട്ടികൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി ആരോഗ്യത്തോടെ വളരണം എന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ വെള്ളവും അവിടുത്തെ ആ ഒരു രീതിയിലൊക്കെ വളരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം അന്നത്തെ ഖുറൈശികൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങോട്ട് അയച്ചിരുന്നതാണ്. ഇതിപ്പോൾ ബനി സഅദിലെ ഒരു മുന്തിരിത്തോട്ടാണ്. ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വരെ പരിശുദ്ധ മക്കയിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ വന്നിരുന്നത് ഈ ഒരു തായിഫിൽ നിന്നാണ്. കാരണം തായിഫ് പൊതുവെ ഇക്കാര്യത്തിന് ഭയങ്കര പ്രസിദ്ധമായിരുന്നു. ഇതിപ്പോൾ ഈ കാണുന്നത് തക്കാളിയാണ്. തായിഫിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പണ്ഡിതരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദ്വാൻ്റെ പ്രതിഫലമാണ് അത്ര തായിഫിൽ ഈ ഒരു കൃഷിയും ഈ ഒരു കാലാവസ്ഥയും കാര്യം. കാരണം ഹിജാസിൽ എവിടെയും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് തായിഫിൽ. ഇവിടെ നല്ല തണുപ്പാണ്, ഏത് സമയത്തും എല്ലാ കൃഷിക്കും അനുയോജ്യമായ ഭൂമിയാണ്. അതിന് കാരണം പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൽപ്പന വന്നു ഹാജറ ബിയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മക്കയിൽ ഉപേക്ഷിച്ച് പോകാൻ. അവരവിടെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അവിടെ പുൽനാമ്പ് പോലും മുളക്കാത്ത ഭൂമിയാണ് മക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു ദ്വാ എടുക്കുന്നുണ്ട്. റബ്ബേ, എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഈ പുൽനാമ്പ് പോലും മുളക്കാത്ത ഭൂമിയിൽ ഉപേക്ഷിച്ച് പോവാണ്, റബ്ബേ നീ അവർക്ക് മതിയായ ഭക്ഷണങ്ങൾ നീ കൊടുക്കണേ എന്നുള്ള ഒരു ദ്വാ ചെയ്തതായിട്ട് ഖുർആനിൽ കാണാം. ആ ദ്വാൻ്റെ ഒരു ഇജാബത്ത് എന്നുള്ള നിലയ്ക്ക് ഷാമിൽ നിന്ന്, ഇന്നത്തെ സിറിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ഭൂമിയുടെ ഒരു കഷ്ണം മുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം ഇവിടെ കൊണ്ടുപോയി വെച്ചു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഹിജാസിൽ എവിടെയും കാണാത്ത ഒരു കാലാവസ്ഥ പൊതുവേ ഷാമിലും സിറിയയിലൊക്കെ കാണുന്ന കാലാവസ്ഥയാണ് ഈ ഒരു തായിഫിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വിളവെടുക്കാൻ കഴിയും. അതുകൊണ്ട് മക്കയിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു ഭൂമിയാണ് അത്ര തായിഫ് എന്നൊക്കെ പണ്ഡിതർ പറയാറുണ്ട്. പലതരത്തിലുള്ള ഇതിപ്പോൾ റുമ്മാനാണ്, അതുപോലെ തന്നെ ഒത്തീനി സൈത്തൂൻ എന്ന് പറയുന്നത് തീനാണ്, ഈ കാണുന്ന അത്തിപ്പഴം എന്ന് പറയുന്നത്, അതിൻ്റെ പച്ചയും പഴുത്തതും. ഇത് നമ്മുടെ പീച്ചാണ്, പഴുത്തിട്ടില്ല, അതിൻ്റെ പച്ചയായിട്ടുള്ള രൂപമാണ്. മക്കയും മദീനയും തബൂക്കും തായിഫും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹിജാസിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്തും ഇവിടെ വരുമ്പോൾ നല്ലൊരു തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. കൃഷികൾക്കും മറ്റൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ബനി സഅദ് ഗോത്രത്തിലൊക്കെ വന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വരാനും കാണാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.